ഹലോ. അപ്പോൾ ഇന്ന് മീഷോന്ന് വാങ്ങിച്ച കുറച്ച് ബ്ലൗസ് കളക്ഷൻസ് കാണിക്കാനാണ്. അപ്പോൾ ഓണമൊക്കെ അല്ലേ വരുന്നത്. ഓണത്തിനൊക്കെ നിങ്ങൾക്ക് സ്റ്റൈൽ ചെയ്യാൻ പറ്റിയ അത്യാവശ്യം ബേസിക് ആയിട്ടുള്ള 3 സ്റ്റൈൽസാണ്. സ്റ്റൈൽസ് ഓഫ് ബ്ലൗസ്. ഇത് ഞാൻ ഓൺലൈനിൽ പർച്ചേസ് ചെയ്തിട്ട് അറൗണ്ട് ഒരു 2 ഇയേഴ്സ് മുമ്പ് പർച്ചേസ് ചെയ്തിട്ട് എൻ്റെ കയ്യിൽ ഓൾറെഡി ഉള്ള ബ്ലൗസാണ്. ഞാൻ ഓൾറെഡി യൂസ് ചെയ്തിട്ട് വാഷ് ചെയ്ത് കഴിഞ്ഞിട്ടുള്ള ബ്ലൗസാണ്. അപ്പോൾ ഫസ്റ്റ് തന്നെ ഒരു ബ്രൊക്കേഡിൻ്റെ ബ്ലൗസാണ് കേട്ടോ. ഇതൊരു ബ്രൊക്കേഡിൽ ഒരു റാണി പിങ്ക് ഷെയ്ഡിൽ വരുന്നതാണ്. നിങ്ങൾക്ക് കളർ കറക്റ്റായിട്ട് അറിയുന്നുണ്ടെന്നല്ല, ഒരു പെർഫെക്റ്റ് റാണി പിങ്ക് ഷെയ്ഡാണ് കേട്ടോ. ഇതൊരു ബോട്ട് നെക്കുള്ള ബ്ലൗസാണ്. പ്രിൻസസ് കട്ടാണ് കേട്ടോ സ്റ്റിച്ചിങ്. ഒരു എൽബോ ലെങ്ത്തിൽ, സ്ലീവ്സ് ഒരു എൽബോ ലെങ്ത്തിൽ വരും. പിന്നെ ഉള്ളിൽ ലൈനിങ് വെച്ചിട്ടാണ് സ്റ്റിച്ച് ചെയ്തിരിക്കുന്നത്. ഇത് അത്യാവശ്യം നല്ലൊരു ബ്രാൻഡിൻ്റെയാണ് കേട്ടോ. അത്യാവശ്യം നല്ലൊരു സ്റ്റുഡിയോ ശൃംഗാർ എന്ന് പറഞ്ഞൊരു ബ്രാൻഡിൻ്റെയാണ്. അത് അത്യാവശ്യം നല്ല ക്വാളിറ്റി ഉള്ളതാണ്. അത്യാവശ്യം നല്ല ലോങ് ലാസ്റ്റിംഗ് ആണ്. ഞാനിത് വാങ്ങിച്ചിട്ട് അറൗണ്ട് ഒരു 3 ഇയേഴ്സിന് മേലെയായി. ഞാൻ ഫസ്റ്റ് ഒരു ഓണത്തിന് ഇതുപോലെ വാങ്ങിച്ചതാണ്. സെറ്റ് സാരി, സെറ്റ് മുണ്ട് എല്ലാത്തിൻ്റെ ഒപ്പം ആയിരിക്കും. ഈവൻ പിങ്ക് സാരി, യെല്ലോ പ്ലെയിൻ സാരി ഒക്കെ ഉണ്ടെങ്കിൽ അതിന് പോലും ഇത് നല്ല അടിപൊളിയായിട്ട് ചേരും കേട്ടോ. നിങ്ങൾക്ക് കോൺട്രാസ്റ്റ് ആയിട്ട് സാരീസിനും യൂസ് ചെയ്യാം, അല്ലാണ്ട് നമുക്ക് ഓണത്തിനും യൂസ് ചെയ്യാം. ഓണം കഴിഞ്ഞാലും നിങ്ങൾക്ക് ഇത് റീയൂസ് ചെയ്യാൻ പറ്റിയൊരു ബ്ലൗസാണ്. ഞാനിത് യൂസ് ചെയ്തുകൊണ്ട് ഓൾറെഡി വാഷ്ഡ് ആണ്. അപ്പോൾ വാഷ് ചെയ്തിട്ട് കളർ ഇളകുക അങ്ങനത്തെ ഇഷ്യൂസ് ഒന്നുമില്ല. അപ്പോൾ നിങ്ങൾക്ക് ട്രസ്റ്റ് ചെയ്ത് വാങ്ങാൻ പറ്റിയ ഒരു ബ്രാൻഡാണ് കേട്ടോ. ഈ നെക്സ്റ്റ് ബ്ലൗസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ റെഡ് കളർ ബ്ലൗസാണ്. ഇത് അത്യാവശ്യം നല്ല ഹെവി ആയിട്ടുള്ളൊരു ബ്ലൗസാണ് കേട്ടോ. ഇതിൻ്റെ ഹൈലൈറ്റ് എന്ന് പറയുന്നത് ഇതിൻ്റെ സ്ലീവ്സ് ആണ്. ഈ സ്ലീവ് മൊത്തം വർക്കാണ് കേട്ടോ. ഇത് ഫുൾ എംബ്രോയിഡറി വർക്കാണ്. എംബ്രോയിഡറി വർക്കിൽ ഇടയിലിടയിൽ സീക്വൻസ് വർക്ക് വരുന്നതാണ്. ഇത് ഫുള്ളായിട്ട് ഇതാണ് ബാക്ക്. ഇത് ഫ്രണ്ട് ഓപ്പൺ ബ്ലൗസ് ആണ് കേട്ടോ. ഇതിൽ ഫ്രണ്ടിലും ഇതേപോലെ തന്നെ ഹുക്സ് ആണ് വരുന്നത് കേട്ടോ. ഹുക്കാണ് വരുന്നത്. ബാക്ക് അത്യാവശ്യം നല്ല വൈഡ് ആയിട്ടുള്ളൊരു മോഡലാണ് കേട്ടോ. അത്യാവശ്യം നല്ല വൈഡ് ആയിട്ടുള്ളൊരു നെക്ക്, നല്ല വൈഡാണ്. പിന്നെ നിങ്ങൾക്ക് കെട്ടാൻ വേണ്ടിയിട്ട് ഇതിന് ടൈയും ഉണ്ട്. മെറ്റീരിയൽ എന്ന് പറയുന്നത് ഒരു സിൽക്ക് മെറ്റീരിയലാണ് കേട്ടോ. സിൽക്കിൻ്റെ മെറ്റീരിയലാണ് വരുന്നത്. ഇതും ഞാൻ യൂസ് ചെയ്തിട്ടുണ്ട്, വാഷ് ചെയ്തിട്ടുണ്ട്. ഇതും കളർ ഇളകുക അങ്ങനത്തെ ഇഷ്യൂസ് ഒന്നും ഉണ്ടായിട്ടില്ല ഞാൻ വാഷ് ചെയ്തപ്പോൾ. നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ഇതും ട്രൈ ചെയ്യാം. കുറച്ച് ഹെവി ആയിട്ട് പ്രിഫർ ചെയ്യാണ്, സിമ്പിളായിട്ട് വേണ്ട, അല്ലെങ്കിൽ നിങ്ങൾക്ക് വല്ല ഫംഗ്ഷനൊക്കെ യൂസ് ചെയ്യാനാണെങ്കിലും ചെക്ക് ചെയ്യാം. ഇത് നിങ്ങൾക്ക് നോർമൽ സാരീസിൻ്റെ ഒപ്പം യൂസ് ചെയ്യാം, സെറ്റ് സാരിയുടെ ഒപ്പം, സെറ്റ് മുണ്ടിൻ്റെ ഒപ്പം യൂസ് ചെയ്യാം. അപ്പോൾ ഇനി നെക്സ്റ്റ് എന്ന് പറയുന്നത് ഒരു ഗ്രീൻ ഷെയ്ഡിലുള്ള ബ്ലൗസാണ് കേട്ടോ. ഇത് അത്യാവശ്യം എല്ലാവരും കണ്ടിട്ടുണ്ടാവും. ഇത് ഓൾറെഡി മറ്റേ ഇൻസ്റ്റാഗ്രാം റീൽസൊക്കെ ഭയങ്കര ട്രെൻഡിങ് ആയി നിൽക്കുന്നതാണ്. ഇതിൻ്റെ പ്രത്യേകത എന്ന് വെച്ചാൽ ഇത് എലാസ്റ്റിക് ടൈപ്പാണ് കേട്ടോ. നല്ലോണം വലിയും. പക്ഷേ എന്നാലും ഇതിൽ സൈസസ് ഉണ്ട്. നിങ്ങൾക്ക് നിങ്ങളുടെ ബസ് സൈസ് അനുസരിച്ചിട്ട് കറക്റ്റ് സൈസ് ചൂസ് ചെയ്യാം. ഇതിലെങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിൽ ഹാൻഡിൽ ഫുൾ എംബ്രോയിഡറി ആണ് കേട്ടോ. നല്ലോണം അത്യാവശ്യം നല്ല എംബ്രോയിഡറി ഉണ്ട്, ഹെവി ആയിട്ട്. പിന്നെ ബോഡിയിൽ എന്താണ് സ്പ്രെഡ് ചെയ്തിട്ടുള്ള എംബ്രോയിഡറി ആണ് ഫ്ലവേഴ്സിൻ്റെ. ഇതും എന്താണ് ഇതിൽ പിന്നെ ഹുക്ക് കാര്യങ്ങളൊന്നുമില്ല. ഡയറക്റ്റ് നിങ്ങൾക്ക് ഒരു ക്രോപ്പ് ടോപ്പ് യൂസ് ചെയ്യുന്ന പോലെ യൂസ് ചെയ്യാം കേട്ടോ. ഇതും ഞാൻ വാഷ് ചെയ്തതാണ്. ഒരു 2 ടൈംസ് യൂസ് ചെയ്തിട്ടുണ്ട്. 2 to 3 ടൈംസ് യൂസ് ചെയ്തിട്ടുണ്ട്, വാഷ് ചെയ്താണ്. ഇതും കളറും ഇളകുന്ന ഇഷ്യൂസ് ഒന്നുമില്ല കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് ആർക്കെങ്കിലും ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഞാനിതിൻ്റെ ലിങ്ക് താഴെ കൊടുക്കാം. ഇപ്പോൾ ഉണ്ടോ എനിക്കറിയില്ല, ഉള്ളതിൻ്റെ ലിങ്ക് ഞാൻ താഴെ കൊടുക്കാം. അല്ലെങ്കിൽ ഇതിൻ്റെ സിമിലർ ആയിട്ടുള്ള പ്രൊഡക്ട്സ് ഞാൻ അടിയിൽ ടാഗ് ചെയ്യാം കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് ഏതെങ്കിലും ബ്ലൗസ് വാങ്ങുന്നുണ്ടെങ്കിൽ അവിടെ നിന്ന് വാങ്ങാം.